ഹായ് എവരിവൺ. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റിക്കുണ്ടാവുന്ന വേദന. ഇത് സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റിക്ക് അതിഭയങ്കരമായിട്ട് സൂചി കൊണ്ട് കയറുന്ന പോലത്തെ ഒരു വേദന അനുഭവപ്പെടുക. അത് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേന് ആ വേദന കുറയുന്നതായിട്ടും കണ്ടുവരുന്നു. ഇതിന് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉപ്പൂറ്റിക്ക് ചുറ്റുമുള്ള പ്ലാന്റാർ ഫേഷ്യയിൽ വരുന്ന ഒരു തരം ഇൻഫെക്ഷൻ, ഒരു നീർക്കെട്ടാണ് ഈ പറഞ്ഞ വേദന ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരിടത്ത് റെസ്റ്റ് ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ മറ്റും നമ്മുടെ പ്ലാന്റാർ ഫേഷ്യ വന്നിട്ട് ഈ നീർക്കെട്ട് കാരണം ഉള്ളിലേക്ക് ചുരുങ്ങിയിരിക്കുകയും പിന്നെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം വേദന ഉണ്ടാവുന്നത്. അമിത വണ്ണമുള്ളവരിലും കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരിലും അതുപോലെ ഹൈ യൂറിക് ആസിഡ് ലെവൽ ഉള്ളവരിൽ, പ്രമേഹ രോഗമുള്ളവരിൽ, തൈറോയ്ഡ് ഹോർമോണിൻ ഇംബാലൻസ് ഉള്ളവരിൽ, ആമവാദം, സന്ധിവാദം പോലുള്ള ജോയിന്റ് ഡിസോർഡർ ഉള്ളവരിലും ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. ഇത് പരിഹരിക്കാനായിട്ട് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഉള്ളിലേക്കുള്ള മരുന്നുകൾ എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില എക്സസൈസുകൾ എന്തെല്ലാം നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റി മാക്സിമം ഇതുപോലെ ചുരുക്കുകയും അതുപോലെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വേദന കുറയ്ക്കാനും കാഫ് മസിൽസിന്റെ നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പൂറ്റി പതുക്കെ പൊക്കുകയും താക്കുകയും ചെയ്യുന്നത്, ഇതിന് കാഫ് റേസ് എന്നാണ് പറയുന്നത്. ഇതൊരു 10 തവണ ഒരു 3 വട്ടം ചെയ്യുന്നത് ഇത്തരം വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ നമ്മൾ മുറിവെണ്ണ കാലിന് ചുറ്റും പുരട്ടിയിട്ട് അത് ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതുപോലെ തന്നെ മുറിവെണ്ണ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി കോട്ടൺ വെച്ചിട്ട് ഈ അഫക്റ്റഡ് ഏരിയയിൽ നമ്മൾ ഒരു ഓവർനൈറ്റ് നമ്മൾ കെട്ടിവെക്കുന്നതും നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ നമ്മൾ ചെറിയ ചൂടുവെള്ളം തണുത്ത വെള്ളം എടുക്കുക, കാല് മാറി മാറി ഈ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ മാക്സിമം നമ്മൾ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ മൈക്രോ സെല്ലുലാർ റബ്ബർ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നതും എന്തുകൊണ്ട് നല്ലതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.